ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണകാലത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക റെയ്ഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിന്റെ മകൾ ചൈതന്യ ബാഗേലിന്റെ വസതിയിലടക്കം 14 ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, മറ്റു വിശദാംശങ്ങൾ. ശരത്ത്, ഇന്ന് രാവിലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 14 ഇടങ്ങളിൽ ഈ റെയ്ഡ് നടത്തിയത്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്ന മദ്യനയ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിന്റെ മകൻ ചൈതന്യ ബാഗേലിന്റെ വസതിയിലടക്കമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇ ആരോപിക്കുന്നത് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 2161 കോടി രൂപയോളം തട്ടിയെടുത്തു മദ്യമാഫിയ. മാത്രമല്ല, ഇതുമൂലം സംസ്ഥാന ഖജനാവിന് വൻ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതുമാത്രമല്ല, ഈ മദ്യക്കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വലിയ പങ്ക് ഭൂപേഷ് ബാഗലിന്റെ മകന് ലഭിച്ചു എന്നും ഇ ആരോപിക്കുകയും ചെയ്തു. എന്തായാലും ദുർഗ് ജില്ലയിലെ 14 സ്ഥലങ്ങളാണ് ഈ കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇ പരിശോധന തുടരുന്നത്. അതേസമയം മുമ്പ് 7 വർഷം മുമ്പ് കോടതി തള്ളിയ ഒരു കള്ളക്കേസിലാണ് ഈ നടപടിയെന്ന് ഭൂപേഷ് ബാഗൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണെന്നാണ് ഭൂപേഷ് ബാഗൽ ട്വീറ്റ് ചെയ്തത്. കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുന്ന ഒരു നടപടിയുമായി ഇ മുന്നോട്ട് പോകുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സിബി നൽകിയത്.